നമസ്കാരം, എല്ലാവർക്കും ജയൻ സൽത്താൻ ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന തരത്തിലുള്ള ചർച്ചകൾ നിങ്ങൾ ഈ അടുത്ത കാലത്തായി തീർച്ചയായും കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്തും അതുപോലെ ഇലോൺ മസ്ക് എന്ന വ്യക്തി ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു EVM ഹാക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ. ഈ സമയത്ത് ചാനലിലൊക്കെ ഒരുപാട് ഇടം പിടിച്ചിട്ടുള്ള ഒരു വിഷയമായിരുന്നു EVMൻ്റെ ഹാക്കിങ്ങിനെ പറ്റിയുള്ള വിഷയങ്ങളൊക്കെ. എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പറയുന്നത് EVM ഹാക്ക് ചെയ്യാൻ പറ്റില്ല എന്നതാണ്. അതിനുള്ള കാരണം ആ ഒരു ഡിവൈസിന് മറ്റൊരു ഡിവൈസുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു മാർഗവുമില്ല എന്നതാണ്. എന്ന് വെച്ചാൽ ബ്ലൂടൂത്തോ വൈഫൈയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെടാനോ അതിലുള്ള ഇൻഫർമേഷൻ ചോർത്താനോ അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാനൊന്നും സാധിക്കില്ല എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പറയുന്നത്. എന്നാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിഷയം EVM ഹാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതല്ല, പകരം നമ്മുടെ തലച്ചോറിനെ ഹാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. തലച്ചോറിനെ ഹാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മുടെ സാങ്കേതികവിദ്യ ആ ഒരു കാര്യത്തിൽ എത്രത്തോളം വളർന്നിട്ടുണ്ട്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാൻ പോകുന്ന വിഷയം. പൊതുവെ ഈ ബ്രെയിൻ ഹാക്കിംഗ് എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള പല മെത്തേഡുകളെയാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഓർമ്മശക്തിയെയോ കോൺസെൻട്രേഷനോ ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ട്രെയിനിങ്ങുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയും നമുക്ക് ബ്രെയിൻ ഹാക്കിംഗ് എന്ന് വിളിക്കാൻ പറ്റും. എന്നാൽ ചില ആളുകൾ ഈ അടുത്ത കാലത്തായി പറയുന്ന ഒരു പ്രശ്നമാണ് അവരുടെ തലച്ചോറിനെ ആരൊക്കെയോ ചേർന്ന് നിയന്ത്രിക്കുന്നുണ്ട്, അതുപോലെ അതിൽ ഇൻഫർമേഷൻ ചോർത്തിയെടുത്തുകൊണ്ട് അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള പരാതികളൊക്കെ നമ്മൾ ഈ അടുത്ത കാലത്തായി ഒരുപാട് കേൾക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നിങ്ങൾ ബ്രെയിൻ ഹാക്കിംഗ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് കുറച്ചുകൂടി അപ്രോപ്രിയേറ്റായി വിളിക്കാൻ പറ്റുന്ന മറ്റൊരു വാക്കുകൂടിയുണ്ട്. അതാണ് ന്യൂറൽ ക്രൈം എന്നുള്ളത്. നിലവിൽ നമ്മുടെ സാങ്കേതികവിദ്യ ഈ ഒരു കാര്യത്തിൽ വളർന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ നമ്മുടെ തലച്ചോറുമായി ബന്ധപ്പെടാൻ നമുക്ക് കൈവരിച്ചിട്ടുള്ള ഒരു സാങ്കേതികവിദ്യയുടെ പേരാണ് ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ് എന്നുള്ളത്. തലച്ചോറിലാണെങ്കിട്ടുള്ള ന്യൂറൽ സിഗ്നൽസിനെയൊക്കെ ഡീകോഡ് ചെയ്ത് അത് ഇൻഫർമേഷനാക്കി മാറ്റി അതിനെ ഉപയോഗപ്പെടുത്തുന്ന ഒരു രീതിയാണ് ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. എന്നാൽ ഈ ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ് നിലവിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് മെഡിക്കൽ രംഗത്താണ്. അതായത് കൈകാൽ ശേഷികളൊക്കെ നഷ്ടപ്പെട്ട ആളുകൾക്ക് പുറമേ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ കൈകാലുകൾ എങ്ങനെ ചിന്താശേഷികളിലൂടെയൊക്കെ നിയന്ത്രിക്കാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ കണ്ണ് കാണാത്തൊരു വ്യക്തിക്ക് എങ്ങനെ ക്യാമറയുടെ സഹായത്തോടെ കാഴ്ച തിരിച്ചു കൊണ്ടുവരിക, ഇതുപോലുള്ള തരത്തിലുള്ള പഠനങ്ങളൊക്കെയാണ് ഈ മേഖലകളിൽ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ന്യൂറാലിങ്ക് എന്ന് പറയുന്നൊരു കമ്പനിയാണ്, ഇലോൺ മസ്കിൻ്റെ കമ്പനിയാണ്. ഈ കമ്പനിക്കാണ് FDA ഹ്യൂമൻ ട്രയൽസ് നടത്താനുള്ള അംഗീകാരം കിട്ടിയിട്ടുള്ളത്. ഈ കമ്പനി മെയിനായി ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ചിന്താശേഷി ഉപയോഗിച്ചുകൊണ്ട് കമ്പ്യൂട്ടറും അതുപോലെ മൊബൈൽ ഫോൺ പോലൊക്കെയുള്ള ഗാഡ്ജറ്റ്സുകളെ എങ്ങനെ നിയന്ത്രിക്കാം, ഈ തരത്തിലാണ് ഈ കമ്പനി ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന പഠനങ്ങൾ. ഇനി നിലവിൽ ഈ ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ് എന്ന് പറയുന്ന സാങ്കേതികവിദ്യ ഒരുപാട് തരത്തിലുള്ള പരിമിതികൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നതാണ് ഇതിന് ഒരു ചിപ്പ്, ഒരു സർജിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് തലച്ചോറ് ഘടിപ്പിക്കേണ്ടി വരും എന്നുള്ളത്. തലയോട്ടിക്ക് പുറമെ തൊലിക്കകത്തും വെക്കുന്ന ചിപ്പുകൾ ഉണ്ടെങ്കിൽ പോലും അതിൽ കുറച്ച് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. എന്ന് വെച്ചാൽ ഇതിൽ സിഗ്നൽസ് കിട്ടുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. തലയോട്ടി ഒരു തടസ്സമായി മാറുന്നത് കൊണ്ടാണ് ഇത് കുറച്ചുകൂടി റിഫൈൻ ചെയ്ത് ഭാവിയിൽ ചിലപ്പോൾ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നൊരു വിദ്യ തന്നെയാണ്. എന്നിരുന്നാൽ പോലും നിലവിൽ ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള സിഗ്നൽസ് കിട്ടാൻ വേണ്ടി സർജിക്കലി തലയോട്ടി കട്ട് ചെയ്ത് തലച്ചോറിൻ്റെ പുറംഭാഗത്തോ അല്ലെങ്കിൽ തലച്ചോറിൻ്റെ ഉള്ളിലോ ആയിട്ട് ഘടിപ്പിക്കുന്ന ചിപ്പുകൾക്കാണ് ഏറ്റവും നല്ല രീതിയിൽ ഇൻഫർമേഷൻ നൽകാൻ സാധിക്കുന്നത്. ഇനി ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ന്യൂറൽ സിഗ്നൽസ് വഴി കിട്ടുകയാണെങ്കിൽ പോലും അതിൽ വരുന്ന മറ്റൊരു ചലഞ്ചാണ് തലച്ചോറ് ഒരുപാട് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരേ സമയം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഒരുപാട് സിഗ്നൽസ് ഒരേ സമയം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള സിഗ്നൽസ് കൃത്യമായി വേർതിരിച്ചെടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. നിലവിൽ നമ്മുടെ സാങ്കേതികവിദ്യ ഒരു പരിധി വരെ ഇത് വേർതിരിച്ചെടുക്കാൻ വേണ്ടി വിജയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഭാവിയിൽ ഇനിയും ഇതിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരേണ്ടതുണ്ട്. ഒരു പക്ഷേ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഏതൊരു ഇൻഫർമേഷനാണ് നമുക്ക് തലച്ചോറിൽ നിന്ന് വേണ്ടത് അത് കൃത്യമായി ഡീകോഡ് ചെയ്തെടുക്കുന്ന ഒരു സാങ്കേതികവിദ്യ നമുക്ക് ഉണ്ടാവാം. ഇനി നേരത്തെ പറഞ്ഞ പോലുള്ള ആരോപണങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അത് ഇന്നത്തെ കാലഘട്ടത്തിൽ അത്രത്തോളം ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചില തരത്തിലുള്ള സെൻസറുകളോ അല്ലെങ്കിൽ ചിപ്പുകളോ ഒക്കെ നമ്മുടെ തലയോട്ടിയിലോ അല്ലെങ്കിൽ തലച്ചോറിൻ്റെ ഉള്ളിലൊക്കെ ആയി വെക്കുക എന്നുള്ളത് പറയുന്നത്, അതും നിങ്ങൾ അറിയാതെ വെക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയിട്ടുള്ളൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പോലും നിങ്ങളുടെ ആ സെൻസറിൽ നിന്നും ഇൻഫർമേഷൻസ് വളരെ ദൂരെ നിന്നും ചേർത്തിയെടുക്കുക അല്ലെങ്കിൽ അതിൽ കൺട്രോൾ കൊണ്ടുവരിക, ഇതൊക്കെ പറയുന്നതും വളരെ ബുദ്ധിമുട്ടേറിയിട്ടുള്ള മറ്റൊരു കാര്യമാണ്.
അതോടുകൂടാതെ അതിനേക്കാളും വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് ഇതുപോലുള്ള ചിപ്പുകളൊക്കെ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിന് കണ്ടിന്യൂസ് ആയി ഇലക്ട്രിക് എനർജി ആവശ്യമാണ്. അപ്പോൾ ഈ ഇലക്ട്രിക് എനർജി എവിടെ നിന്ന് കിട്ടും, കണ്ടിന്യൂസ് ആയി എവിടെ നിന്ന് കിട്ടും? ഇതും അടുത്തൊരു വളരെ പ്രധാനപ്പെട്ട ചലഞ്ചാണ്. ഇതുപോലുള്ള ഒരുപാട് ചലഞ്ചുകൾ ഈ കാര്യത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇതൊരു അസാധാരണമായിട്ടുള്ള ഒരു ആരോപണമാണ്. അപ്പോൾ ഇത് പല ആളുകളുടെയും ഊഹങ്ങളായിരിക്കും. ഈ ഊഹങ്ങൾ പൊതുവെ എങ്ങനെയാണ് ഒരേ ഒരു കാര്യത്തിൽ വന്നെത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ആളുകൾക്കും ഇതുപോലുള്ള ഊഹങ്ങൾ വരുമ്പം ഇൻ്റർനെറ്റിലൂടെയൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ പൊതുവെ പല ആളുകളും ഒരേ കാര്യം, കോമൺ ആയ ഒരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ അതിൽ വിശ്വസിക്കുക, അത് ആ വിശ്വസിച്ച കാര്യം സ്പ്രെഡ് ചെയ്യുക, ഈ ഒരു കാര്യം പൊതുവെ നടന്നു പോകാനായിരിക്കും സാധ്യതയുള്ളത്. ഞാൻ പറയുന്നത് എല്ലാവർക്കും ഊഹാഭങ്ങളാണ് അല്ലെങ്കിൽ എല്ലാവർക്കും ഡെലൂഷൻ പോലുള്ള അസുഖമാണ് ഈ ഒരു കാര്യത്തിൽ എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഒട്ടുമിക്ക ആളുകൾക്കും ഇത് തന്നെ ആവാനാണ് സാധ്യത. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത്രയും ആളുകൾ, ഒരുപാട് ആളുകൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ആരോപണം നടത്തുന്നുണ്ടെങ്കിൽ പോലും ഇതുവരെ സോളിഡ് ആയിട്ടുള്ളൊരു എവിഡൻസ് ഇതുവരെ ആർക്കും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പം നമ്മൾ ഈ കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഇതുപോലെ ഒരാളെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ ഒരു മുൻധാരണകളും ഇല്ലാതെ അവരോട് സമീപിക്കുക, അവരുടെ കാര്യം ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കുക. എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും സൈക്യാട്രിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ മാനസിക രോഗ വിദഗ്ധൻ്റെയോ ഒന്നും ഹെൽപ്പല്ല ചിലപ്പോൾ വേണ്ടി വരാം. മിക്ക ആളുകൾക്കും അങ്ങനെയാണ് ഹെൽപ്പ് വേണ്ടതെങ്കിൽ പോലും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് നമുക്കറിയാത്ത ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം കൊണ്ട് അവർക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ തോന്നാം, അല്ലെങ്കിൽ ആ തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ അവർ ബുദ്ധിമുട്ട് അനുഭവിക്കാം. അപ്പോൾ അവരോട് ഒരു മുൻധാരണവും ഇല്ലാതെ നമ്മൾ സമീപിക്കുമ്പോൾ അവരുടെ ആക്ച്വൽ പ്രശ്നം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുകയും അവർക്ക് വേണ്ട കൃത്യമായിട്ടുള്ള എക്സ്പേർട്ടിൻ്റെ ഹെൽപ്പ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനൊക്കെ പറ്റുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നമ്മുടെ വീഡിയോ ലൈക്ക് അടിക്കുകയും ചെയ്യുക. അതുപോലെ നമ്മുടെ കമൻറ്റിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഷെയർ ചെയ്യുക. അടുത്ത നല്ല വീഡിയോ കണ്ടന്റുമായി നമുക്ക് വരാം. അതുവരേക്കും ഗുഡ് ബൈ.